മിനാ തൈവരയിൽ പിശാച്ചിനോടുള്ള ശക്തമായ പോരാട്ടം നടത്തി ഇനി നിന്റെ വഴിയിലേക്ക് എന്നെ കിട്ടില്ല എന്നുള്ള പ്രതിജ്ഞയുമായിക്കൊണ്ടാണ്, ഒരു പുതുജന്മവുമായിക്കൊണ്ടാണ് ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുന്നത്. അല്ലാഹു തആല ഹാജിമാരുടെ ഹജ്ജുകളൊക്കെ കബൂലാക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഹജ്ജ ഹാദൽ ബൈത്ത്, ഒരാൾ ഹജ്ജ് ചെയ്താൽ ഫലം യർഫുസ് വലം യഫ്സുഖ്, വേണ്ടാത്തരങ്ങളൊന്നും ചെയ്തില്ല, രീതിയിൽ ഹജ്ജ് ചെയ്താൽ റജാ മിൻ ദുനൂബിഹി, അവൻ്റെ തെറ്റുകളിൽ നിന്ന് അവൻ മടങ്ങുന്നതാണ്. കയൗമി വലതുഹു ഉമ്മുഹു, അവൻ്റെ പ്രിയപ്പെട്ട മാതാവ് അവനെ പ്രസവിക്കുന്നത് പോലെ. ഒരാളുടെ മാതാവ് പ്രസവിക്കുന്ന സന്ദർഭത്തോടാണ് ഒരു ഹാജിയെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുലനം ചെയ്തിരിക്കുന്നത്. കുട്ടി ജനിക്കുന്ന കുട്ടിയുടെ രീതി നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സത്യത്തിൽ ഈ ഹജ്ജ് എന്ന് പറയുന്നത്. നിസ്കാരമുണ്ടല്ലോ, ഒരു നിസ്കാരവും മറ്റൊരു നിസ്കാരത്തിലൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. ഒരു റമളാൻ മറ്റൊരു റമളാനിൽ പൊറുക്കപ്പെടുന്നതാണ്. അതുപോലെ ഓരോന്നും തെറ്റുകൾക്കുള്ള കഫാറത്തായിട്ട് പോലും അവിടെയൊന്നും കയൗമി വലതുഹുമ്മുഹു എന്ന് പ്രയോഗിക്കാതെ ഹജ്ജ് നിർവഹണം നടത്തി വന്നവരോട് മാത്രം കയൗമി വലതുഹുമ്മുഹു എന്നുള്ള പ്രവാചകന്റെ പ്രയോഗം അത് പൂർണ്ണമായി വിശുദ്ധനാണ്. ഇവനൊരു പുതു ജന്മവുമായി വരികയാണ് എന്നാണ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു പുതുജന്മവുമായി വരിക. അവൻ്റെ ഒരു വലിയ ഭാണ്ഡവുമായാണ് അവൻ അങ്ങോട്ട് പോയത്. ഒരു മനുഷ്യൻ പരിക്കനായ മനുഷ്യനായി അങ്ങോട്ട് പോയി സ്ഫുടം ചെയ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോരുകയാണ്. ഖുർആൻ പറയുന്നുണ്ട് അവസാനം തിരിച്ചു പോരുന്ന ആ സന്ദർഭത്തെക്കുറിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ വത്തഖുല്ലാഹ വഅലമൂ അന്നകും ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹനെ ഓർക്കണം. അതാ ഹജ്ജിന്റെ കർമ്മത്തിന്റെ അവസാനം മിനയിലെ ഏറിൻ്റെ ദിവസം കഴിഞ്ഞു പോവുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടുമുള്ള പരിപാടികൾക്ക് സമാപനം കുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫലാ ഇസ്മാലി, വേണമെങ്കിൽ 2 ദിവസം തന്നെ നിന്നാൽ എറിഞ്ഞാൽ അവർക്ക് പോരാവുന്നതാണ്. ഇനി 3 ദിവസമാണെങ്കിലോ മിനയിൽ, എന്നാലും ഫലാ ഇസ്മാലി കുഴപ്പമൊന്നുമില്ല. തഖവയുള്ളവർക്ക് അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ അല്ലാഹുവിനെ ഭയമുള്ളവരാവണം, കൽപ്പനകൾ അംഗീകരിക്കണം. തീർച്ചയായും നിങ്ങളെ അവനെക്കൊള്ള ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് ബഖറ സൂറയുടെ 203 വചനം. ഇതുമായി കൊണ്ടാണ് ഹാജി വരുന്നത്. അവിടെ നിന്ന് ഒരു പ്രതിജ്ഞയുമായി വരികയാണ്. ഞാൻ ഇതുവരെ പൈശാചികമായ കലവരയങ്ങളിൽ പെട്ടുകൊണ്ട് അത് മുഴുവനും അവൻ്റെ സകലമാന ചരടുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇനി ആ പിശാചിന്റെ കെണിവലകൾ എന്നിലേക്ക് വരുന്നില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടി മിനാ തായ്വരയിൽ നിന്ന് സലാം പറഞ്ഞു പോരുകയാണ്. ഇങ്ങനെ സലാം പറഞ്ഞു പോരുമ്പോൾ പിന്നീട് അവനിൽ പൂർണ്ണമായി ഉമ്മ പ്രസവിച്ചതുപോലെ എന്ന് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല എന്നുള്ളത് ഹജ്ജിന് മാത്രമുള്ളതാണ്. കയ്യൗമി വലതുഹു ഉമ്മു, അവൻ്റെ ഉമ്മ പ്രസവിച്ചതുപോലെ. അതുകൊണ്ടൊരു ഹാജി മഹത്വമുള്ളവനാണ്. ഹജ്ജ് നിർവഹിച്ചു വരുന്നവൻ വലിയ മഹത്വമുള്ളവനും ആദരവ് നൽകപ്പെടേണ്ടവനുമാണ്. ഒന്നുകൂടി നോക്കൂ നിങ്ങൾ, ഇനി ഒരു തവാഫും കൂടെയുണ്ട്. ആ തവാഫ് വിദായിന്റെ തവാഫ് എന്നാണ് അതിന് പറയുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഹാജിമാര്, ലക്ഷോപലക്ഷം ഹാജിമാര് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴോ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ തവാഫ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ തവാഫ് കഴിഞ്ഞാൽ പിന്നീട് നിൽക്കരുത് എന്നാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തവാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ഹജ്ജ് കർമ്മങ്ങളുടെ അവസാനമാണ്. ഹജ്ജ് കർമ്മത്തിന്റെ അവസാനമാണ്.
ഇനി അവൻ അവിടെ നിൽക്കരുത്, കഴിഞ്ഞാൽ ഉടനെ പോരാ. ഹാജിമാരോട് പറയും തവാഫ് കഴിഞ്ഞാൽ ഇനി അവിടെ നിൽക്കാൻ പാടില്ല, ഉടനെ തന്നെ പോരാ. അതെ വിദാഇന്റെ തവാഫ്. ഇവിടെ പറയാം 10-30 ദിവസക്കാലം വിശുദ്ധമായ മക്കയിൽ കഅബാലയത്തിന്റെ മന്ത്രോച്ചാരണങ്ങളുമായി നമസ്കാരവുമായി നിന്ന് അവിടുന്ന് ഇനി കറുത്ത കില്ല പുറച്ച കഅബാലയത്തോട് വിട പറഞ്ഞു പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ അവൻ തവാഫ് ചെയ്യാൻ ഫൈനൽ ഹാജ്, തീർച്ചയായും ഒരു ഹാജി വഖദ് മുഹിയതു, അവൻ വദാഇന്റെ തവാഫ് ചെയ്യുകയാണ്. വഖദ് മുഹിയതു ദുനൂബുഹു, അവന്റെ തെറ്റുകൾ മുഴുവനും അവന് മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. തെറ്റുകൾ മുഴുവനും മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. വഗഫിറത സയ്യാതുഹു, അവന്റെ തെറ്റുകൾ മുഴുവനും അവന് മാപ്പ് നൽകപ്പെട്ടിരിക്കുകയാണ്. നല്ലൊരു സ്ഫടികം പോലെ. അതാണ് കയൗമി വലതുഹു എന്ന് പറഞ്ഞത്. ഇതാണ് പൂർണ്ണമായി അവൻ ശുദ്ധനാണ്, പരിശുദ്ധനാണ് ഒരു ഹാജി എന്ന് പറയുന്നത്. മബ്റൂറായ ഹജ്ജും മബ്റൂറായ ഹജ്ജുമായി വന്ന ഒരാൾ വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ഹുനാലിക സാധാരണയായി മറ്റുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ വിശുദ്ധനായി പ്രഖ്യാപിക്കാറുണ്ട്. നമ്മുടെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഒരു ഹജ്ജ് പൂർണ്ണമായി ഹജ്ജും മബ്റൂറായി തിരിച്ചു വരുമ്പോൾ എല്ലാവരും വിശുദ്ധരാണ്. 1-2 ആളുകൾ മാത്രമല്ല. ഈ വിശുദ്ധിയുടെ നിറകുടങ്ങളായിക്കൊണ്ടാണ് ഹാജിമാര് വരുന്നത്. അവസാനത്തെ തവാഫിൽ നീ പോവുകയാണ്, കഅബാലയത്തോട് വിട പറയുകയാണ്. ആ സന്ദർഭങ്ങളിൽ അവിടെ വെച്ചുകൊണ്ട് സർവശക്തനായ അല്ലാഹു അവസാനമായി അവന്റെ ചടങ്ങുകളുമായി കഅബയുടെ ചാരത്തിനുള്ള ഈ തവാഫുമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മലക്കൻ യലൗ യദഹു ബൈന കതിഫൈഹി, ആ വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോൾ മാലാഖമാർ നിറഞ്ഞു നിൽക്കുന്ന കഅബാലയത്തിന്റെ ചുറ്റും അവന്റെ ചുമടിൽ ഒരു മാലാഖ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഫയഖൂലു, അവൻ പറയാൻ മലക്ക് ഇഫ്വൽ ഫീമാ തസ്തഖബിൽ, നീ വീട്ടിലേക്കും നാട്ടിലേക്കും പോവാൻ, ഇനി നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ പോകുന്ന ദിവസങ്ങൾ വഖദ് ഗഫറല്ലാഹു ലക മാ മദാ, എല്ലാം നിനക്ക് അല്ലാഹു പുറത്തുനിന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ഒരു വിശുദ്ധനാണ്. ഹജ്ജ് കഴിഞ്ഞ് നിർവ്വഹണം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്, ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നിന്റെ ഭാവി വരാൻ പോകുന്നത് മുഴുവനും നിനക്ക് പുറക്കപ്പെടുന്ന ഈ വിശുദ്ധനായി നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ എന്നും മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇതും ഹാജിയുടെ ഒരു പവിത്രതയായി നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഒരു ഹാജി വരുമ്പോൾ അവൻ വിശുദ്ധനാണ്. ഈ ഒരു ഹാജി വരുമ്പോൾ അവൻ വിശുദ്ധനായി വരുമ്പോൾ, ദുൽഹിജ്ജ മാസത്തിൽ അവന്റെ തെറ്റിൽ നിന്ന് മുക്തനായി വരുമ്പോൾ ഒരു പുതിയ വർഷവും പോലും തുടങ്ങുകയാണ്. ഒരു വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. പുതിയ ജീവിതവുമായി വരുന്ന മാനവന് ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അഥവാ മുഹറം എന്ന് പറയുന്ന പുതുവർഷം തുടങ്ങുകയാണ്. എന്തേ മുഹറമിനെ മാത്രം ഇങ്ങനെ പുതുവർഷത്തിന്റെ തുടക്കമാക്കിയത്? വരാനിരിക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ചയുടെ മുമ്പ് മുഹറം മാസം നമുക്ക് വരികയാണ്. ആദരവോടെ സ്വീകരിക്കേണ്ടതാണ്. ഒരു പുതുവർഷമാണത്. 1 മുതൽ 10 വരെ തുടർച്ചയായി നോമ്പ് നോക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു പുതുവർഷത്തെ സ്വീകരിക്കുന്നതിൻ്റെ മാന്യതയും മര്യാദയും അള്ളാഹുവോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയതാണ് നോമ്പെന്ന് പറയുന്നത്. നല്ലതാണ്, പ്രത്യേകമായ സുന്നത്താണ്. ആശൂറാവും ദാസുവാവും പ്രത്യേകതയും ഉള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാവുന്നതാണ്. ഞാൻ പറയുന്നത് ഹാജിയെ കുറിച്ചാണ്. ഹാജി മടങ്ങുമ്പോൾ പുതുജന്മവുമായി മടങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഹാജിക്ക് ഇനി അവൻ്റെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഒരു പുതുവർഷം തന്നെ തുടങ്ങുമ്പോൾ അതിൻ്റെ മാസം മുഹറമാക്കി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ദുൽഹിജ്ജ കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള മാസം മുഹറമാണ്. അതുകൊണ്ട് ഈ മുഹറം മാസമാവണം പുതുവർഷത്തിന്റെ തുടക്കം. ഈ പുതുമയിലൂടെ ഒരു പുതിയ ജീവിതം തുടങ്ങിയവന് ഒരു പുതുവർഷം കൂടി തുടങ്ങട്ടെ എന്നാണ്. ഇനി അതിൽ നന്മകൾ വിളയട്ടെ എന്നാണ്. ഒരു നല്ല മഴക്കാലമാണ് വന്നത്. അവന്റെ എല്ലാ തെറ്റുകളും ആ മഴയിൽ കെഴുകി പൊതിർന്നു പോയി മുഴുവനും. ഇങ്ങനെ മഴ പെയ്ത് കുതിർന്നു പോയി എല്ലാം നല്ല രീതിയിൽ പച്ച പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവന്റെ ശരീരത്തെ അവൻ പാകപ്പെടുത്തിയിരിക്കുകയാണ്. കറുത്ത കഅബാലയത്തിന്റെ കില്ല പിടിച്ചു കരഞ്ഞുകൊണ്ട് ഈ പാകപ്പെടുത്തി വന്ന ഒരു ഹാജി അവനെ ഇനി ഒരു മഴയ്ക്ക് ശേഷമുള്ള പുതിയ സസ്യലതാദികൾ വളരുന്നത് പോലെ
അവൻ നല്ല രീതിയിൽ അവന്റെ ജീവിതത്തിൽ പച്ചപിടിപ്പുകൾക്കും അതിലൂടെ ഇടതീർന്നു വരുന്ന നല്ലവൻ തോട്ടങ്ങൾക്കും പാകപ്പെട്ട ശരീരമാണ് ഒരു ഹാജിയുടെ ശരീരം. ഹജ്ജ് കഴിഞ്ഞു വരുന്നവന്റെ ശരീരം അങ്ങനെയാണ്. കാരണം എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ചിടത്തോളം ഉംറയല്ലാഹ് പറയുന്നുണ്ട്, മഹാന്മായ ബഖിയത്തു ഉംറിൽ മൂമിൻ, ഒരു മൂമിനായ മനുഷ്യന്റെ ഇനി ബാക്കി നമുക്കൊക്കെ അവശേഷിക്കുന്നത് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്, നിസാരമൊന്നുമല്ല. ഒരു ചെറിയ ശ്വാസോച്ഛ്വാസം നടത്താൻ ബുദ്ധിമുട്ടുന്നവനെ അതിൻ്റെ വിലയറിയും. ഈയിടെ ഇപ്പോൾ ഒരു സിനിമാ നടൻ മരണപ്പെട്ടു. വലിയ രീതിയിൽ ശ്വാസസ്വരസം നേരിട്ടുകൊണ്ടുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം മരണപ്പെട്ടു. കലാരംഗത്തെ കുലപതിയായിരുന്നു. പക്ഷേ ഈ ശ്വാസതടസ്സം വന്ന് ഒരു രക്ഷയുമില്ലാതെ ഒരാൾക്കും ഒരു നിമിഷം പോലും കൊടുക്കാൻ കഴിയാതെ എല്ലാ ഭരണകൂട സംവിധാനങ്ങളും ഉണ്ടായിട്ട് അതൊന്നും കഴിയില്ല. എന്താണെന്നറിയാം നിങ്ങൾ? അത് വലിയ വിലപിടിപ്പുള്ളതാണ്. കാരണം എന്തുകൊണ്ട്? നഷ്ടപ്പെട്ടതൊക്കെ പോയി. അതുകൊണ്ട് ഹജ്ജിയായി വന്ന പ്രിയപ്പെട്ട ഹജ്ജിമാർ, ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്കും പോയവർ, ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് പച്ചത്തെളുത്തുകൊണ്ട് ഇടതീർന്നു വളരുന്ന നന്മകളിലൂടെ ജീവിതം ചിട്ടപ്പെടുത്താൻ പാകപ്പെടുത്താൻ വേണ്ടി വന്നവർ, ഈ കാണുന്ന മഴയ്ക്ക് ശേഷം തഴച്ചു വളരട്ടെ സ്വന്തം ജീവിതത്തിൽ. അതുകൊണ്ട് അവൻ കൊന്നുകളഞ്ഞ കുറെ സമയങ്ങളും ടൈമുകളും ഹജ്ജിന്റെ മുമ്പ് അവനുണ്ടായിരുന്നു. അവൻ മറ്റുള്ള വേണ്ടാത്തരങ്ങളും മോശപ്പെട്ട പണികളും ചെയ്തുകൊണ്ട് കുറെ കൊന്നുകളഞ്ഞ സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഈ നഷ്ടപ്പെട്ടു പോയ സന്ദർഭങ്ങളെ തിരിച്ചു പിടിക്കാൻ ഈ ഹാജിയായി വിശുദ്ധനായി ഈ പാകപ്പെടുന്ന ഈ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പാകപ്പെട്ട ഒരു പ്രദേശമാക്കി സ്വന്തം ശരീരത്തെ മാറ്റിയവൻ, അവന് അതിന് സാധ്യമാവണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഉമ്മ പറ്റവനെ പോലെയുള്ളവനെന്ന് പറയാനുള്ള കാരണം. മഹാന്മാരായ ഇബ്രാഹിം നബിയുടെയും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബിയുടെയും അവരുടെയും ജീവിതത്തിൽ പകർത്തിയിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു രീതിയിലുള്ള എല്ലാ രീതിയിലും തഴക്കവും വഴക്കവും വന്ന് എല്ലാം തഴറ്റി തെളിഞ്ഞവനെ പോലെ ഇനി നന്മയിലേക്ക് മാത്രം അവന്റെ ശരീരത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തി കൊണ്ടുവന്നവനാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇങ്ങനത്തെ ആളുകളൊക്കെ വരുമ്പോൾ ഇവരെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? നമ്മളെല്ലാവരും സ്വീകരിക്കാറുണ്ട്. ഇവനിങ്ങനെ സ്വീകരിക്കണം. എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? അവനെ സ്വീകരിക്കേണ്ട രീതി പറയുന്നുണ്ട്. മഹാന്മാര് പറയുന്നുണ്ട്, ഹാജിയെയും മുയ്തമിറിനെയും, ഹജ്ജ് കഴിഞ്ഞു വരുന്നവനെയും ഉംറ കഴിഞ്ഞു വരുന്നവനെയും സ്വീകരിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. ഇന്ദ ഖുദൂമിഹി, അവൻ വരുന്ന സന്ദർഭത്തിൽ, അവനെ ആലിംഗനം ചെയ്യലും, അവനെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവനെ ആലിംഗനം ചെയ്യലും, സന്തോഷം പ്രകടിപ്പിക്കലും, അവനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിശുദ്ധൻ എന്നുള്ള രീതിയിൽ ഹജ്ജ് കഴിഞ്ഞ് വരുന്നു എന്നുള്ള രീതിയിൽ സന്തോഷപ്പെടുത്തി ആലിംഗനം ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എന്നാൽ സാധാരണ പറയാറുണ്ടല്ലോ, നിസ്കാരം 5 വക്ത് നമസ്കാരമില്ല. 5 വക്ത് നമസ്കാരം ഒരാൾ നിസ്കരിച്ചു വരുമ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. എന്തുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ പരസ്പരം ആലിംഗനമില്ല? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, 5 നേരവുമുള്ള നമസ്കാരത്തിൽ അത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹാജി വരുമ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാത്തതിന്റെ കാരണം ഒരു സഹാബത്തിനെ തൊട്ടും അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല എന്നതാണ് അതിന്റെ കാരണമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തന്നെയുമല്ല, ഹജ്ജ് കഴിഞ്ഞ് വിശുദ്ധനായി വരുന്നവൻ ഹാജി മുസ്തജാബ്, ഈ കാണുന്ന ഹാജിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്.
يقول محمد رسول الله صلى الله عليه وسلم اللهم اغفر للحاج ولمن استغفر له الحاج. അല്ലാഹുവേ, ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന്. ഹജ്ജ് നിർവഹിച്ചു കൊണ്ടുവരുന്നവൻ പുറക്കപ്പെട്ടുകൊണ്ടായിട്ടാ വരുന്നത്. അവന് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഗ്ഫിറിൽ ഹാജ്, ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന്. പിന്നെ പറയുന്നുണ്ട് വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, ഹാജി ആർക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവനും പുറത്തു കൊടുക്കണം. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2026 വിശുദ്ധമായ മക്കയിൽ നിന്ന് ഹജ്ജ് കർമ്മ നിർവ്വഹണവും നടത്തി വരുന്ന ഒരാള് അവരോട് നമ്മൾ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന, ഹാജിയുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. കാരണം എന്താണെന്നറിയോ? അത് സ്വീകരിക്കണേ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാജിയോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം. ഹാജിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. ഈ ഹാജിയുടെ പ്രാർത്ഥന അത് ഏറ്റവും സ്വീകാര്യതയുള്ളതാണ്. അതും കൂടി ഹാജിയോട് പറയണം. ഇൻസിലാഹി മുഹറം, അത് ഇന്നോ നാളെയോ തീരുന്നതല്ലാതെ, ദുൽഹിജ്ജ മാസം മുഴുവനും കഴിഞ്ഞാലും തീരുന്നതല്ലാതെ, അത് ഇലൻസിലാഹി ഫഖിഹാനി പറയുന്നു, ഇലൻസിലാഹി മുഹറം, മുഹറം അവസാനം വരെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. ഇതൊക്കെ ഈ ഹാജിയുടെ മഹത്വമാണ് പറയുന്നത്, നമ്മുടെ ഹാജിമാരുടെ മഹത്വമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന ഹാജിമാര് വരുമ്പോൾ നമുക്കവരോടും പറയാനുണ്ട്, വയന്തബു അൻ യഖൂലൽ ഹാജ് വൽ മുഅ്തമിർ തഖബ്ബലല്ലാഹു ഹജ്ജക് വഗഫറ ദംബക് വഅഖ്ലഫല്ലാഹു വഅഖ്ലഫ നഫഖതക്. ഇത് നമ്മളുടെ ഹാജിയെ കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഒന്നുമില്ല, തഖബ്ബലല്ലാഹു ഹജ്ജക്, നിന്റെ ഹജ്ജിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. വഗഫറ ദംബക്, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പാക്കട്ടെ. വഅഖ്ലഫ നഫഖതക്, ലക്ഷങ്ങൾ മുടക്കിയാണ് നീ ഈ ലക്ഷോപലക്ഷം ജനങ്ങൾ കൂടുന്നിടത്തേക്ക് പോയത്. ആ ലക്ഷങ്ങൾക്കുള്ള പ്രതീതി അല്ലാഹു തആല നൽകട്ടെ. അത് പെട്ടെന്ന് ആ കൊണ്ട് അല്ലാഹു തൂർത്ത് തരട്ടെ. നീ എവിടുന്നൊക്കെയോ എടുത്തു വന്ന കാശായിരിക്കും, അത് പലതും കണ്ടുവച്ചതായിരിക്കും, അത് ആ കൊണ്ട് നികത്താൻ വല്ലാതെ പ്രയാസപ്പെടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഒരു ഹാജിയോട് നടത്തണമെന്നും നമ്മൾക്ക് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു മഹത്വം ഹാജിക്കുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഹാജിമാർ, ഹജ്ജ് കഴിഞ്ഞു വന്ന ആളുകൾ ഈ ഒരു ആ കാര്യങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കുകയും ഇനി ജീവിതത്തിന്റെ ഒരു പുതിയ വഴിയിലേക്ക്, ഒരു പുതിയ യുഗത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ധാരണയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം. സമയം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ബിഷുൽ ഹാഫി പറഞ്ഞതുപോലെ ഇന്നലെ അത് മരിച്ചുപോയില്ലേ, എന്ത് പറയാനാ, അത് മരിച്ചുപോയി. ഇന്നാ പള്ളത് അത് വെന്റിലേറ്ററില്ല. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ വെന്റിലേറ്ററിൽ കടന്നുകൊണ്ട് ഇങ്ങനെ ഓരോ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് പോലെ ഇതിങ്ങനെ ഇങ്ങനെ സെക്കൻഡുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ബിഷുൽ ഹാഫി പറയാൻ, അൽയൗം ഫിന്നസഇ, ഈ ഇന്നത്തെ ദിവസം ഇത് വെന്റിലേറ്ററിലാണ്. വഖദല്ലയൂലത്, പിന്നെ നാളല്ലേ, അത് പ്രസവിച്ചിട്ടില്ലല്ലോ. ഉണ്ണിയില്ലാതെ എന്താ പിന്നെന്താണുള്ളത്? പിന്നെ ജാതകം നോക്കാനെന്ന് പറയാറില്ലേ? ഉണ്ണിയില്ലല്ലോ, പിന്നെ നാളത്തെ കുറിച്ച് പറയണ്ട. ഇന്നലല്ലേ, അത് മരിച്ചു പോയില്ലേ. പിന്നെ ഇന്ന് ഉള്ളത് അത് വെന്റിലേറ്ററിലാണ്. വ്യക്തമായ ബോധോദയം നൽകുന്ന വാക്കുകളാണ് സർവശക്തനായ അല്ലാഹു